Yes. Yes, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. Hi, Kirti, സുഖാണോ? Good afternoon, Miss. Good afternoon. ചിലർക്ക് അറിയില്ലേ പനി? ഇല്ല, പിന്നെയും പിടിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? ഹോസ്പിറ്റലിൽ കാണിച്ച് ഇവിടെ ചൂട് കൂടുതലായ കാരണം അങ്ങനെ ഒരാൾക്ക് മാറുമ്പത്തേനും മറ്റൊരാൾക്ക് വരുന്ന. ഓക്കെ. കുട്ടിക്ക് മാറിയോ? കൊച്ചിന് പതുക്കെ ബെറ്റർ ആയി തുടങ്ങി. അപ്പൊ തന്നെ എനിക്കും ഹസ്ബൻഡിനും പിടിച്ചു. അതാരണം ഇന്നലെ ലെഫ്റ്റ് ആയി പോയത്. തീരെ വയ്യായിരുന്നു. തല ഇറങ്ങിയിട്ടൊക്കെ പാടില്ലായിരുന്നു. തീരെ വയ്യായിരുന്നു. ശബ്ദമൊന്നും ശരിയായിട്ടില്ല. ഇല്ല, കിടന്ന സ്ഥലം കൂടാൻ നടക്കുക. ഭക്ഷണം കഴിച്ചോ? കഞ്ഞി കുടിച്ചേ. മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ആ പ്രയർ. മിസ്, ഞാനാണ് പ്രയർ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ബുദ്ധിയും സർവശുദ്ധിയും മർത്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ ഞങ്ങൾക്കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ.
തോട്ട്സ് ഞാനാണ് മിസ്. ഓക്കെ. സ്പീക്ക് 5 times. എന്തോ പറഞ്ഞു. കേക്ക് കേൾക്കുന്നില്ലടോ ലക്ഷ്മി. കേക്കാവോ? ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കാം. Speak 5 lines to yourself every morning. I am the best. I can do it. I am a winner. Today is my day. God is always with me. APJ Abdul Kalam. ഓക്കെ. യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്കൊരു സ്റ്റോറിയിലേക്ക് പോവാം. അതിനെ കുറച്ച് ദൂരെയുള്ള സ്റ്റോറിക്ക് നമുക്കൊരു കാട്ടിലേക്ക് പോവാം. അവിടെയുള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടികളുടെ എബിലിറ്റി അറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കാം. നമുക്ക് അതിലേക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ. Okay. One day, King of Forest Lion declared that no one in forest will remain illiterate from now onwards. ശരിയാ, ലയന്റെ ഓർഡർ ആവുമ്പോ എല്ലാരും അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. ഇനി എല്ലാ വമ്പന്മാരും സ്കൂളിൽ ചേർത്താനായിട്ട് കുട്ടികളെയും കൊണ്ടുവരും. King opened a school. It became a reputed school. Children of different animals like elephant, lion, monkey, fish, rabbit, turtle, camel, and many more started coming to school. സ്കൂള് തുടങ്ങിക്കഴിഞ്ഞാൽ പഠിപ്പായി, പരീക്ഷയായി, എല്ലാമായി. അതുപോലെ ഇവിടെയും ഫസ്റ്റ് ടൈം എക്സാം ആയി. Monkey kid came first and elephant kid failed the exam. തോറ്റു കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കല്ലോ, നീ ഏതിലാ തോറ്റെ? അപ്പൊ അവന് ഏതിലാ തോറ്റെന്ന് നമുക്കറിയണ്ടേ. ഹി ഫെയിൽഡ് ഇൻ ദ എക്സാം ഓഫ് ക്ലൈംബിംഗ് ട്രീ. ഒരു അത്ഭുതവും ഇല്ല അല്ലെ, ആന മരം കയറ്റത്തിൽ തോറ്റു എന്ന് പറയണില്ല. പക്ഷെ അതൊന്നും എലിഫന്റ് പ്രശ്നമില്ല കേട്ടോ. ആള് കുട്ടീനെ ജയിപ്പിച്ചേ അടങ്ങും. He made his mission to get his kid on top in exam of climbing the tree. He started sending his kid to coaching classes. നമ്മളെ നാട്ടിൽ സാധാരണ നടക്കുന്നതാ കോച്ചിങ് ക്ലാസ്സസ്. Somehow, first year classes were completed, final exams were taken. When results came, kids of elephant, giraffe, camel all failed. That exams again, monkey kid came first again. Principal called him on stage and gave him a medal. Monkey was happy and showing it by jumping from one tree to another. മങ്കിക്കുട്ടി എന്തായാലും ജനിച്ചതില് മങ്കിക്ക് എന്തായാലും വളരെ സന്തോഷം. ആള് സന്തോഷപ്രകടനായിരുന്നു. പക്ഷെ മറ്റേ സൈഡുകാർക്ക് അത്ര സന്തോഷം ഉണ്ടാവില്ല. അവരെന്തായാലും തോറ്റതിന് കുട്ടികളെ പഴി പറയായിരിക്കും. One of them said to his kids, "You dumb, I sent you this expensive school, even had you joined coaching classes, and yet you haven't learned even monkey." One of them പറയാണ് കുട്ടിയോട്, നിന്നെ കൊണ്ടൊക്കെ എന്താ കാര്യം ഉണ്ടായത്? ഒരു ക്ലൈംബിംഗ് പഠിപ്പിക്കാൻ വിട്ടിട്ട് നീ ആ ഒരു ക്ലൈംബിംഗ് പഠിച്ചോ എന്നുള്ളതാ ചോദ്യം. അത് തങ്ങളെ കൊണ്ട് പറ്റുമെന്നൊന്നും പാരന്റ്സ് നോക്കുന്നില്ല. പക്ഷെ കുട്ടീനെ കോച്ചിങ്ങിന് വിട്ടു, അവൻ പഠിച്ചിരിക്കണം. അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ അഡ്മിഷൻ വന്നു. Fish came with her kid. Teacher said, "There is a problem with you kid attendance." ടീച്ചർമാരെ വാക്കിനൊന്നും അവിടെ വിലയില്ലല്ലോ, നമ്മുടെ റെപ്യൂട്ടേഷൻ അല്ലേ വലുത്. Fish started at her kid, scared her kid said, "Mom, I feel suffocated in this school. I can't breathe. I don't want to study in this school." കുട്ടിക്ക് ശ്വാസം മുട്ടിയാൽ എന്താ, അമ്മയ്ക്ക് അമ്മയുടെ റെപ്യൂട്ടേഷനാ വലുത്. No, this is school opened by King of Forest and this is the best school. I have some reputation in this society. I can't send you to the small school in Pond. You have to study in this school. Every parent was angry with their kid who didn't pass the exam and was scolding them. നമ്മളും പലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. തോറ്റു കഴിഞ്ഞാൽ കുട്ടികളെ പറയാത്ത പഴികളൊന്നും ഉണ്ടാവില്ല. On their way, and the old banyan tree saw this and asked them, "Why are you beating your kids?" അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ജിറാഫിനെയും ആനയുടെ അടുത്ത് ബനിയൻ ട്രീ, നമ്മളെ ഒരു വയസ്സനായ ആൽമരൻ ചോദിക്കാൻ, എന്തിനാണ് ഈ കുട്ടികളെ കഴിക്കുന്നത്? നിങ്ങളെ കുട്ടികൾക്ക് ആ പൊക്കത്തിലുള്ള മരത്തിലുള്ള പഴം പറിക്കാൻ
ആ നീട്ടുള്ള കഴുത്തും ആ തുമ്പിക്കൈയും മതി. പിന്നെ എന്തിനാണ് അവൻ മരം കയറേണ്ട ആവശ്യം? Sadly, today's school curriculum and syllabuses are like that. Forest school curriculum was designed such a way that only monkey could get first place. ഇവിടെ ഫോറസ്റ്റിലെ കരിക്കുലം എങ്ങനെയാ മങ്കിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയുള്ളത്? തീർച്ചയായിട്ടും മങ്കി മാത്രമേ ജയിക്കുള്ളൂ. Do not humiliate the elephant baby by asking it to climb on the tree. Do not forcefully impose failure tag on him. ആ ആനക്കുട്ടീനെ അപമാനിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? അവന് പരാജിതൻ എന്ന് പറഞ്ഞ് ടാഗ് കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? No, it's okay to encourage the monkey, but do not declare the remaining 34 children as unworthy, careless, duffer, failure just because they failed an exam which is not suitable for them. ബാക്കിയുള്ള 34 പേർക്കും അവർക്ക് യോജിച്ചാത്ത ഒരു എക്സാം കൊടുത്തിട്ട് അതിൽ ജയിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അവന് അശ്രദ്ധക്കാരനാണ്, മടിയനാണ്, പരാജിതനാണ് എന്നൊക്കെ പേര് കുത്തി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. Everyone is unique. Appreciate the abilities and talents of your children, be it in education, sports, dance, art, acting, and let them do well in the same direction. It is not necessary that all children top in academics. What they are need good values and moral values so that they do not choose wrong path in the life. നമ്മളും മാതാപിതാക്കളാണ്. നമ്മൾ നാളെ ടീച്ചർ ആവാൻ പോണ്ടവരാണ്. നമുക്കും കുട്ടികൾക്ക് കുറച്ച് നല്ല മോറൽ വാല്യൂസും ലൈഫിലെ വാല്യൂസും പഠിപ്പിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവൻ നല്ല വഴി തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ മുന്നേറും. താങ്ക് യു ഓൾ. വെൽക്കം ടു ഡേ സെക്ഷൻ. വെൽക്കം മിസ്. ദിവ്യ, നൈസ് സൈനിങ്. നല്ല സ്റ്റോറി എവിടെ കിട്ടി? ഇത് ഞാൻ കുട്ടികൾക്ക് രാത്രി സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പണിയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഇങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. അതിന്ന് പറഞ്ഞെടുത്തതാ. നല്ലോണം പറഞ്ഞു. നല്ല പ്രസന്റേഷൻ ആണ്. താങ്ക് യു മേ. യെസ്. Yes. നോക്കാം. Yes. സൂപ്പർവിഷണൽ റിപ്പോർട്ടിംഗ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? യൂണിറ്റ് 9. നെക്സ്റ്റ് അതിൽ വരുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ്. സൂപ്പർവൈസറി ഫങ്ഷൻസ്. ഹാരിസ് 1985 is the 3 distinct supervisory practices or schools of thought. ഹാരിസ് എന്ന അദ്ദേഹം തന്റെ 1985 സ്കൂൾ ഓഫ് തോട്ട് എന്ന ഭാഗത്തിലെ സൂപ്പർവൈസറി ഫംഗ്ഷനുമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ. സ്കൂൾ ഓഫ് തോട്ട്, ചിന്തയുടെ വിദ്യാലയങ്ങൾ അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ആണ്. അതില് സ്കൂൾ ഓഫ് തോട്ട് എന്ന ഭാഗത്തിൽ അദ്ദേഹം 3 രീതിയിലാണ് സൂപ്പർവൈസറി ഫംഗ്ഷനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതായത് സൂപ്പർവൈസറി ഫംഗ്ഷനെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സ്കൂൾ ഓഫ് തോട്ട് എന്ന ആ ഒരു ഭാഗത്തിലാണ്. ഹാരിസ് 1985. നമ്മള് പ്രധാനമായിട്ടും ഒരു മേൽനോട്ടത്തില് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് സൂപ്പർവൈസറിയിൽ വേണ്ട ഫങ്ഷൻസ്, പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
monitoring and accountability, human relations and moral building, then change process management. Okay, നോക്കാം monitoring and accountability. എന്താണ് monitoring and accountability? മോണിറ്ററിംഗ് ചെയ്യാന്ന് പറഞ്ഞാ മോണിറ്ററിംഗ് മേൽനോട്ടം വഹിക്കലാണോ? നിരീക്ഷിക്കുക അല്ലെങ്കിൽ എന്താണ് നിരീക്ഷണവും ഉത്തരവാദിത്വവും അല്ലെ? നിരീക്ഷണവും ഉത്തരവാദിത്വമാണ് എന്താ മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അപ്പൊ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരാള് എപ്പോഴും എങ്ങനെയായിരിക്കണം? മോണിറ്ററിംഗ് ചെയ്തുള്ള ആളായിരിക്കണം. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അല്ലെ? നല്ല ഉത്തരവാദിത്തങ്ങളിൽ അക്കൗണ്ടബിലിറ്റി. എന്ത് കാര്യത്തിനാണോ നമുക്കൊരു സൂപ്പർവിഷൻ കൊടുക്കേണ്ടത് ആ കാര്യത്തിനോട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും അതോടൊപ്പം തന്നെ എന്താണ് ഒബ്സർവേഷൻ, ആ ഒരു ഒബ്സർവേഷൻ പീരിയഡിൽ ഇത് നിരീക്ഷണ പാഠവും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇറ്റ് ഇൻവോൾവ്സ്. അപ്പൊ മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. It involves monitoring, inspecting, and accountability. It emphasizes testing, evaluation, discrepancy analysis, and feedback for improvement. അപ്പൊ നമ്മള് ഒരു സൂപ്പർവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണിത്. ഒന്ന് നല്ല നിരീക്ഷണ പാഠവും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് നല്ല ഉത്തരവാദിത്ത ബോധവും ഉണ്ടായിരിക്കണം. എന്ത് കാര്യമാണോ നാം ചെയ്യുന്നത് അതിൽ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് മോണിറ്ററിങ് ചെയ്യണം എന്ത് കാര്യത്തിലും. ശരിക്കും പറഞ്ഞ സൂപ്പർവിഷന്റെ മറ്റൊരു വാക്കായിട്ട് നമുക്ക് മോണിറ്ററിംഗ് എന്ന് പറയാം അല്ലെ? ഒരു കാര്യം നമ്മള് നോക്കി നിൽക്കണം അല്ലെ? മോണിറ്ററിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിനെ കംപ്ലീറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ? യെസ്. അപ്പൊ മോണിറ്ററിംഗ് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പെക്ടിങ് പരിശോധിക്കുക അല്ലെ? അല്ലെങ്കിൽ പരിശോധന നടത്തുക. ഏത് കാര്യമാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മള് യെസ് the act of something observing. Okay, observing something. Yes. ഇൻസ്പെക്ട് ചെയ്യുന്ന കാര്യമാണോ ചെയ്യുന്നത് വ്യക്തമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക. ആൻഡ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി മീൻസ് ഉത്തരവാദിത്തം. പേച്ചു പോലെ തിരിച്ചു. ഞാൻ ഭയങ്കര ശബ്ദമായി പോയി. 61 സൗണ്ട് എടുക്കുന്നത് ഇവിടെ. 61 വോളിയം എത്തിപ്പോയി. ഓക്കെ. അപ്പൊ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മോണിറ്ററിംഗ് ചെയ്യണം, ഇൻസ്പെക്ട് ചെയ്യാനാണ്. അതിൽ നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. എംഫസൈസ് ടെസ്റ്റിംഗ്. ചെയ്യുന്ന കാര്യം നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലെ? ഒരു ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുക, മൂല്യനിർണ്ണയം നടത്തുക. എന്താണ് പറഞ്ഞ? ഞാൻ വേറൊരു കാര്യം രചിച്ചതാണല്ലോ, പെട്ടെന്ന് ഓർമ്മ വന്നത്. പറഞ്ഞോളൂ. മൂല്യനിർണ്ണയം നടത്തുക. എംഫസൈസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ യെസ്, വെരി ഗുഡ്. മൂല്യനിർണ്ണയം അല്ലെ? യെസ്. അപ്പൊ ഇവാലുവേഷൻ എന്താണ്? വിലയിരുത്തുക. വെരി ഗുഡ് അല്ലെ? അപ്പൊ നമ്മള് മൂല്യം നിർണ്ണയിക്കുക. നമ്മൾ ചെയ്യുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മള് അതിന് മൂല്യം, അത് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഞാനത് നല്ല ഭംഗിയായിട്ടാണോ ചെയ്യുന്നത്, പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഡിസ്ക്രിപ്പൻസി അനാലിസിസ്. എന്താണ് ഡിസ്ക്രിപ്പൻസി അനാലിസിസ് ആൻഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. അവ രണ്ട് വാക്കും കൂടി കണക്ട് ചെയ്ത് നോക്കിയേ. ഡിസ്ക്രിപ്പൻസി അനാലിസിസ് എന്താണ്? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് എന്താണ്? പൊരുത്തക്കേടുകൾ. ചെയ്യുന്ന വർക്കില്, ചെയ്യുന്ന പ്രോഗ്രാമിൽ എന്തെങ്കിലും തരത്തില് പൊരുത്തക്കേടുകൾ, മിസ്മാച്ചിങ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ
പിന്നെന്താണ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. എന്താണ് പറയുന്നത്? ഫീഡ്ബാക്ക്. മുന്നോട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ട ഇംപ്രൂവ് ആവാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഫീഡ്ബാക്കിന്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും റെമഡിയൽ മെഷേഴ്സ് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫീഡ്ബാക്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പൊ പിന്നീട് അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർവൈസ് ചെയ്യുമ്പോ ഫീഡ്ബാക്ക് കിട്ടി, മോശമായ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് സോർട്ട് ഔട്ട് improve ചെയ്ത് ചെയ്യാൻ സോൾവ് ശ്രമിക്കും. ചെയ്ത് പുതിയതിലാക്കും. യെസ്, ആ എല്ലാ പോരായ്മകളും നികത്തി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടായിരിക്കും നമ്മൾ ആ സൂപ്പർവിഷൻ ചെയ്യുന്നത് അല്ലെ. എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആ പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് തന്നെയായിരിക്കും പിന്നീട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് പറഞ്ഞ എന്താണ്? മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് വേണ്ടത്? എന്തൊക്കെയാണ്? മോണിറ്ററിംഗിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? മോണിറ്ററിംഗ് എന്താ? നിരീക്ഷണം. നിരീക്ഷിക്കുക, അതിനെ ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക, അക്കൗണ്ടബിലിറ്റി, അതായത് റെസ്പോൺസിബിൾ ആവുക, ടെസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതാവുന്ന സമയത്ത് ഇനിയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്ന സൂപ്പർവിഷൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ സാധിക്കും, അതിനെ വിലയിരുത്താൻ സാധിക്കും, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഫീഡ്ബാക്സ്, ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഫീഡ്ബാക്സ് സ്വീകരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ സൂപ്പർവിഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ മേലോട്ട് വഹിക്കുന്ന ആ മെത്തേഡിനെ കൂടുതൽ കൊണ്ടുവരാൻ സാധിക്കും? ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് കേട്ടോ. നിങ്ങൾ ഹെഡ് പോയിന്റ്സ് പഠിച്ചു പോയാൽ മതി കേട്ടോ. ഹെഡ് പോയിന്റ്സ് ഉള്ളിൽ ഭാഗങ്ങൾ എക്സ്പ്ലനേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അല്ലാത്തത് ഹെഡ് പോയിന്റ്സ് നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻ റിലേഷൻ ആൻഡ് മൊറൽ ബിൽഡിംഗ്. അടുത്ത സൂപ്പർവൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മൊറൽ ബിൽഡിംഗ്. It emphasize human relations. ഒരാൾ വായിക്കാമോ? ഞാൻ വായിക്കാൻ പറ്റില്ല. Human relations and moral building. It emphasizes human relations and moral building. It emphasizes informal relations and moral building. It emphasizes informal relations, sensitivity to needs, promoting personal development, removing constraints, and maximizing freedom of action. Yes. ഇവിടെ എന്താ പറയുന്നത്? ഹ്യൂമൻ റിലേഷൻ ആൻഡ് മൊറൽ ബിൽഡിംഗ്. എന്താണ്? മാനുഷിക ബന്ധങ്ങളും ധാർമ്മിക നിർബന്ധയും. ഒരു കാര്യം സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? എന്താണ്? ഹ്യൂമൻ റിലേഷൻഷിപ്സ്, മനുഷ്യ ബന്ധങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് മൊറൽ ബിൽഡിംഗ് എന്താണ്? മനോവീര്യം അല്ലെ? എന്താണ്? മനോവീര്യം അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ പറയും അല്ലെ? അപ്പൊ നമ്മള് ആ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മനുഷ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് പ്രോഗ്രാം ആണെങ്കിൽ കൂടെയും അത് വളരെ ധാർമ്മികതയോടെ ചെയ്തു തീർക്കേണ്ടത്. ഓക്കെ, ആർക്കും ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന രീതിയിലാകരുത് എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ അത് കണ്ടക്ട് ചെയ്യുന്നത്. യെസ്, it emphasizes human relations and moral building. It emphasizes informal relations and moral building. എന്താണ് informal relations എന്ന് പറയുന്നത്? Informal relationships. Formal അല്ലാത്തത് അല്ലേ? നോട്ട് ഫോർമൽ ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കും. അതോടൊപ്പം കൂടി എന്താണ്? നമ്മൾ മനോവീര്യം അല്ലെങ്കിൽ ധാർമ്മികത ബിൽഡപ്പ് ചെയ്യണം. It emphasizes informal relations. ഇനി informal relationship emphasize ചെയ്യണമെങ്കിലോ സെൻസിറ്റിവിറ്റി ടു നീഡ്സ്,
promoting personal development, removing constraints and maximum freedom of action. എന്താ പറയുന്നത്, ഇൻഫോർമൽ റിലേഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? Sensitivity to needs, promoting personal development, remove constraints and maximizing freedom of action. സെൻസിറ്റിവിറ്റി ടു നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി ടു നീഡ്സ്. നീഡ്സ് എന്താണ്? നമ്മൾക്ക് ആവശ്യങ്ങളോടുള്ള ഒരു സംവേദനക്ഷമത, ഒരു സെൻസിറ്റീവ് ആയിരിക്കും നമ്മളുടെ ആവശ്യങ്ങളോട്. നമ്മുടെ റിക്വയർമെന്റ്സിനോട് നമ്മൾക്ക് വളരെ ഒരു എന്താ പറയാ, നമ്മുടെ ആവശ്യങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം, അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഡെവലപ്മെന്റ്. പേഴ്സണൽ ഡെവലപ്മെന്റ് വ്യക്തിഗത വികസനത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു, അല്ലെ? പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആവശ്യങ്ങൾ പരിഗണിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, നമ്മളിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു നമുക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കും. ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് മറികടന്ന് നമ്മൾ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാന് നമ്മളൊരു കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് സംഭവിക്കുന്നു. ഓക്കെ, നോർമലി അത് വരുന്നതാണ്. ഒരു കാര്യങ്ങൾ ചെയ്ത് റിപ്പീറ്റേഷൻ ചെയ്ത് എന്താണ് എക്സ്പീരിയൻസ്ഡ് ആവുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കാര്യം നമ്മൾ പറയാറുണ്ട് എപ്പോഴും, ചായ ഉണ്ടാക്കാൻ ഫസ്റ്റ് ഇവിടെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു, അല്ലെ? അറിയില്ല, കൃത്യമായ മധുരമില്ല, കടുപ്പമില്ല, പാകത്തിന് വെള്ളം ഒഴിച്ചില്ല, പാൽ ഒഴിച്ചില്ല, കൃത്യമായ രീതിയിൽ നമുക്ക് പറ്റിയില്ല. പിന്നീട് അങ്ങോട്ട് എന്തായിരുന്നു? പിന്നീട് അത് ബെറ്ററായി അല്ലെ? ബെറ്ററായി വന്നു. പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചായ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു, അല്ലെ? എന്തിലൂടെയാണ് നിങ്ങളത് പഠിച്ചത്? നിങ്ങളുണ്ടായ എക്സ്പീരിയൻസ് ആണ്, അല്ലെ? നിങ്ങളത് വീണ്ടും ട്രയൽ ചെയ്താണ് നിങ്ങൾ നല്ലൊരു ചായ ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. മീൻസ് ഇവിടെ അത്രയേ ഉള്ളൂ. നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വീണ്ടും ചെയ്ത് എന്താണ്, ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് ശരിയാകില്ല, പിന്നീട് എടുക്കുന്ന ക്ലാസ്സിൽ നിന്നാണ് നിരന്തരം പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നിരന്തരമായിട്ട് പരിശീലനം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ടീച്ചറിന്റെ ക്ലാസ് ഡെവലപ്പ് ചെയ്തു. ആദ്യം ഉണ്ടായ മിസ്റ്റേക്കുകളൊക്കെ മറികടന്ന് ടീച്ചറിന് എന്ത് സംഭവിക്കുന്നു? പേഴ്സണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ചിലപ്പോൾ വോയിസ് കുറവായിരിക്കാം, ക്ലാസ് എടുക്കുന്ന സമയത്ത് വോയിസ് ഉണ്ടായിരുന്നില്ല, ശബ്ദം കുറവാണ്. പിന്നീട് തുടർന്നുള്ള ക്ലാസ്സിൽ ടീച്ചർ പ്രാക്ടീസ് ചെയ്ത് ശബ്ദം ഡെവലപ്പ് ചെയ്യുന്നു, ത്രോട്ട് നന്നായിട്ട് ഓപ്പൺ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ എന്തിൽ വന്ന കാര്യങ്ങളാണ്? നമ്മുടെ പ്രാക്ടീസ് മൂലമാണ് നമ്മളിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, then removing constraints and maximizing freedom of action. Removing constraints എന്താണ്? നിയന്ത്രണങ്ങളാണോ? നിയന്ത്രണങ്ങൾ. യെസ്, റിമൂവിങ് കൺസ്ട്രെയിൻസ് ആൻഡ് ഫ്രീഡം ഓഫ് ആക്ഷൻ. അപ്പൊ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ? എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും? നമുക്കൊരു കാര്യം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമുക്ക് ഒരു കാര്യം പ്രവർത്തിക്കാൻ സാധിക്കില്ല. അതിൻ്റെതായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ, ഇവിടെ റെസ്ട്രിക്ഷൻ ആണ്, അല്ലെ? അവിടെ എന്താണ്, നമുക്ക് ബൗണ്ടറീസ് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തില് എന്താ പറയാ, നിയന്ത്രണങ്ങളൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട്, നിയന്ത്രണങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്രീഡം ഓഫ് ആക്ഷൻ അവിടെ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനാണ് സാധിക്കുള്ളൂ. അപ്പൊ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ എന്തുണ്ടാവാൻ പാടില്ല? നിയന്ത്രണങ്ങൾ മാക്സിമം ഫ്രീഡം ഉണ്ടാവണം, അല്ലെ? ഒരു സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നിയന്ത്രണം അവരിലാണ് ഉണ്ടാകുന്നത്. നമ്മളുടെ നേരെ മറ്റാരും വെക്കാൻ പാടില്ല, അല്ലെ? അതാണ് സൂപ്പർവൈസർ ക്വാളിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാം നല്ല രീതിയിൽ സ്വതന്ത്രപൂർവ്വമായിട്ട് കൈകാര്യം ചെയ്യാനും അവിടെ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ നിയന്ത്രണങ്ങള് നമ്മൾ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇവിടെ പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ എന്താണ് മൊറൈൽ ബിൽഡിംഗും ഡെവലപ്പ് ചെയ്യണം. നല്ല രീതിയിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പും ഡെവലപ്പ് ചെയ്യുക, നല്ല രീതിയിൽ ധാർമ്മികത ഡെവലപ്പ് ചെയ്യുക. പിന്നെന്താ, ഇൻഫോർമൽ റിലേഷൻഷിപ്പിലൂടെ നമുക്ക് മൊറൈൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. എംഫസൈസ് ഇൻഫോർമൽ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ വരുന്നുണ്ട്?
sensitive needs, sensitivity of needs. എന്താണ് sensitive needs എന്ന് പറയുന്നത്? നമ്മള് sensitive needs ആവശ്യങ്ങളോടുള്ള നമ്മുടെ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുക. Then promoting personal development, promoting personal development. സ്വതന്ത്രമായിട്ട് നമ്മുടെ വ്യക്തിവികസനത്തിനെ പ്രൊമോട്ട് ചെയ്യുക. Then removing constraints and maximizing freedom of action. എന്താണ്? നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ളവയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുക. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഹ്യൂമൻ റിലേഷൻസ് ആൻഡ് മൊറൽ ബിൽഡിംഗ്. അടുത്തത് ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. It articulates planning, designing, building, stimulating goal setting and promoting enrollment for better instructional practice. Change process. The process management മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും നമ്മൾക്ക്? ഇപ്പോൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ സെയിം പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെ? നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ, മാറ്റർ, കൺക്ലൂഷൻ, സെയിം പ്രോസസ് തന്നെയാണ്, അല്ലെ? വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ സെയിം സ്ട്രക്ചർ തന്നെ, അല്ലെങ്കിൽ സെയിം പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കണം നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ഒരേപോലെ സൂപ്പർവൈസറി ഫംഗ്ഷൻ കൊണ്ടുപോകരുത്, അല്ലെ? അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രം എന്താണ് ആ മേൽനോട്ടം വഹിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, ആൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? കൺട്രോൾ ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ അയാൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ല പ്രോസസ്സാണ് അദ്ദേഹം പിന്തുടരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, യെസ്. നിങ്ങളുടെ ക്ലാസ് കാണാൻ നിങ്ങളുടെ പ്രധാന അധ്യാപകൻ വന്ന് പുറത്തു നിൽക്കുകയാണ്. എല്ലാവരെയും ക്ലാസ് എടുക്കുന്നത് പോലെ വെറുതെ ലെക്ചർ ക്ലാസ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ സാറ് വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ക്ലാസ്സിന് ഒരു പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് ആക്ടിവിറ്റീസ് കൊടുത്ത്, മോഡൽസ് കൊടുത്ത്, അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സിലെ വീഡിയോസ് കണ്ടക്ട് ചെയ്ത് കുട്ടികളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓരോ കുട്ടികൾക്കും ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് വളരെ വൈവിധ്യമായിട്ടാണ് നിങ്ങൾ ആ ക്ലാസ് കാണിക്കുന്നതെങ്കിൽ സാർ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ടീച്ചറിന് നല്ല സൂപ്പർവൈസറി ഫംഗ്ഷൻ ഉണ്ട്, ടീച്ചറിന്റെ ക്ലാസ് വെൽ പ്ലാൻഡ് ആണ്, ടീച്ചറിന് ആക്ടിവിറ്റി കൊടുക്കാൻ അറിയാം, കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അറിയാം എന്നത് ആര് മനസ്സിലാക്കുന്നു? അധ്യാപകൻ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു. ഓക്കെ, യെസ്. മനസ്സിലായോ? യെസ്. എന്തോ? യെസ്. Then it accentuates എന്ന് പറഞ്ഞാൽ എന്താ? accentuates planning, accentuates planning. എന്ത് ആസൂത്രണമാണ് അവിടെ സൂചിപ്പിക്കുന്നത്? accentuates planning പറഞ്ഞ എന്താ? നമ്മൾ പുതുതായി എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാനിങ് ആണോ? ഐഡിയാസ് ആണ് അല്ലെ? പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ ആസൂത്രണം ചെയ്തപ്പോൾ പറയാണ് അല്ലെ? അത് അതിന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതായിരിക്കും അല്ലെ? പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെ? അതിനെ ഉയർത്തി കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനിങ്, വ്യക്തമായിട്ടൊരു ആസൂത്രണം. ആസൂത്രണം ചെയ്താൽ മാത്രം മതിയോ? നമ്മള് പ്ലാൻ ചെയ്ത് പിന്നീട് എന്ത് ചെയ്യണത്? എന്താണ് ചെയ്യേണ്ടത്? ഡിസൈനിങ് അത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ ഡിസൈനിങ് ഉണ്ടായിരിക്കണം. ഡിസൈൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മള്? ബിൽഡിംഗ് അല്ലെ? ബിൽഡിംഗ് എന്താ? ബിൽഡപ്പ് ചെയ്യണം അല്ലെ? അത് ഉയർത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ചെയ്ത പ്ലാനിങ്, ആസൂത്രണം ചെയ്ത കാര്യം നമ്മള് ഡിസൈൻ ചെയ്യുന്നു. ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യണം, ഈ മെത്തേഡിൽ ചെയ്യണം. അതിനുശേഷം എന്താണ്? അപ്ലൈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നു, ഉയർത്തിക്കൊണ്ടുവരുന്നത്. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റിമുലേറ്റിംഗ് ആണ്
ഉത്തേജിപ്പിക്കുക. ഉത്തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തു, അത് ഉയർത്തിക്കൊണ്ട് വന്നു. പിന്നെ ഉത്തേജിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പ്രവർത്തനം നടക്കുന്നത്? നമ്മളത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മൾ യെസ്, വെരി ഗുഡ്. അത് നമ്മള് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. ആ പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യണം. പ്ലാൻ ചെയ്ത പ്രോഗ്രാം അവിടെ ആരംഭിക്കുകയാണ്. നമ്മള് റിഫ്ലക്സ് പ്രവർത്തനം അല്ലെ, റിഫ്ലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയോടെ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ പിന്നീട് ഗോൾ സെറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റ് ഫോർ ബെറ്റർ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ്. ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത്? മെച്ചപ്പെട്ട പരിശീലനത്തിനായിട്ട് ഗോൾ സെറ്റിംഗ്, മെച്ചപ്പെട്ട പരിശീലനത്തിനായിട്ട് എന്താണ്, എന്തിനെ പ്രോത്സാഹിപ്പിക്കുക? എന്തിനെ പ്രോത്സാഹിപ്പിക്കുക? ലക്ഷ്യത്തിനെയാണോ? എന്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഗോളാണോ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്? എൻവിയോൺമെന്റിന്, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോട്ടിംഗ് എൻവയോൺമെന്റ് ഫോർ ബെറ്റർ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസ്. നല്ലൊരു പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രാക്ടീസ് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു, അത് ഡിസൈൻ ചെയ്തു, പിന്നെ എന്താണ്, അത് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ പോവാണ്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ, ഇവിടെ പറയുന്നത് എന്താണ്? എൻവയോൺമെന്റിന് അല്ലെ, പരിസ്ഥിതിക്ക് ഏറ്റവും ബെറ്റർ ആവുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളാണ് കുട്ടികൾക്ക് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനുകൾ അനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ മീനിങ് അങ്ങനെയാണോ? എന്താ പറയാ, ഇതൊക്കെ നടത്തുന്നത്, ഡിസൈനിങ്, ബിൽഡിംഗ്, സ്റ്റിമുലേറ്റിംഗ്, ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം. യെസ്, അതന്നെ പറഞ്ഞത് അല്ലെ. എൻവയോൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ചേഞ്ചിങ് പ്രോസസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ ബെറ്റർ പ്രാക്ടീസ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിന് മുന്നേ നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പറയൂ. പ്ലാനിങ്, ഡിസൈനിങ്, ബിൽഡിംഗ്, സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഗോൾ സെറ്റിംഗ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? പരിസ്ഥിതിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, പ്രകൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ബെറ്റർ ഇൻസ്ട്രക്ഷണൽ പ്രാക്ടീസുകളാണ് അല്ലെ, ചേഞ്ച് പ്രോസസ് മാനേജ്മെന്റ്. അപ്പൊ എന്ത് പ്രോസസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മളത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? അതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ, വ്യക്തമായ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ടെക്നിക്സ് എന്നിവ യൂസ് ചെയ്തിട്ട് വേണം അത് കണ്ടക്ട് ചെയ്യാൻ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്തുണ്ടായിരിക്കണം? അതിനൊരു ഗോൾ ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ഗോൾ? എന്താണ് ഗോൾ എന്ന് പറയുന്നത്? ലക്ഷ്യം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള എയിം ഉണ്ടായിരിക്കണം. ആ എയിമിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലായിരിക്കണം നമ്മൾ ആ പ്രോസസ്സിനെ മാനേജ് ചെയ്യേണ്ടത്. എന്ത് സൂപ്പർവിഷൻ ആണോ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ സൂപ്പർവിഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ, ഒരു കാര്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ പല കടമകളിൽ കൂടി കടന്നു പോകണം. ആ പല കടമകളാണ് എന്ത്? ഈ പ്ലാനിങ്, ഡിസൈനിങ്, ബിൽഡിംഗ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ്, ഗോൾ സെറ്റിംഗ്. ഏറ്റവും നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്? ഓക്കെ, അപ്പൊ ഇത് എവിടെ? സൂപ്പർവൈസറി പ്രാക്ടീസിൽ, അതായത് മേൽനോട്ടം വഹിക്കുന്ന പരിശീലനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഫങ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ. അത് സ്കൂൾ ഓഫ് തോട്ട് എന്ന ഭാഗത്തിലാണ് ഹാരിസ് വിവരിക്കുന്നത്. അദ്ദേഹം വിവരിക്കുന്നത് സ്കൂൾ ഓഫ് തോട്ട്, അതായത് ചിന്തകളുടെ വിദ്യാലയങ്ങൾ എന്ന ഭാഗത്താണ് സൂപ്പർവൈസറി ഫങ്ഷൻ എന്ന ഭാഗങ്ങളിലെ 3 ഫങ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ്? സൂപ്പർവൈസറി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? Monitoring and accountability, human relationship and moral building, change process management. Okay. Yes, നിങ്ങൾ സബ് ഹെഡിങ്സുകൾ പഠിച്ചു വെക്കണം കേട്ടോ. Question current which of the following is a supervisory functions ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ select the supervisory functions ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നത് ഒബ്ജക്റ്റീവ്സിൽ കേട്ടോ. അതിനുള്ളിൽ നിന്നൊന്നും ചോദിക്കില്ല എക്സാമിന്. ഇനി ചിലപ്പോ ചോദിക്കാം സ്കൂൾ ഓഫ് തോട്ട് ആരുടെയാണെന്ന് ചോദിക്കാം അല്ലെ. ഹു ഈസ് ഗോയിങ് ടു ബൈ സ്കൂൾ ഓഫ് തോട്ട് എന്ന് ചോദിച്ചാൽ ആരാണ് എഴുതേണ്ടത്?
ഹാരിസ് Harry. യെസ്. ഇനി സൂപ്പർവൈസറി ഫങ്ഷൻസ് പ്രിൻസിപ്പൽസ് ആണ് നോക്കുന്നത്. തത്വങ്ങൾ എന്തൊക്കെയാണ്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. എന്താണ് കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത്? ഇതൊരു തുടർച്ചയായ എങ്ങനെയുള്ള ഒരു പ്രക്രിയയാണത്? കണ്ടിന്യൂസ് അഥവാ തുടർച്ചയായിട്ടൊരു പ്രക്രിയയാണ് എന്താ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണത്. ഇനി അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പിള്ളേരെ. അവിടെ റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. വേണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചോളൂ, റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചു കേട്ടോ. നമ്മൾ ഇനി നോക്കി ഇപ്പൊ സൂപ്പർവിഷൻ ഇവിടത്തോട് കഴിഞ്ഞു. സൂപ്പർവൈസറി ഫംഗ്ഷൻ വരെ ഉള്ളൂ സൂപ്പർവൈഷൻ വരുന്നത്. ഇത് വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് അവിടെ എഴുതിക്കോളൂ. അവിടെ ടെക്സ്റ്റിലുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ? മാത്രമേ. ഓക്കെ, ഇനി മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കോളൂ. അത് റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് എഴുതിയാണ് കേട്ടോ. അപ്പൊ റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് തുടർച്ചയായ പ്രക്രിയയാണ്. റിപ്പോർട്ടിംഗ് ചെയ്യാന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ. എന്ത് കാര്യങ്ങളാണെങ്കിലും അതിന് എന്തുണ്ട്? ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്നതാണ്. Reporting should be objective and impartial. Emotions and sentiments should not play a role in motivational. Reporting എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ എന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടല്ല അപ്പൊ റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് വരണ്ടേ? അത് ചിലപ്പോ മേലെ എടുക്കുന്നതായിരിക്കുമല്ലോ. ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ ടെസ്റ്റ് എടുക്കണേ? ആ സെയിം ഇത് തന്നെ. കുഴപ്പമില്ല. കുറച്ചും കൂടി എളുപ്പമായിട്ട് അറിയാൻ പറ്റും. പ്രിൻസിപ്പിൾസ് എടുത്ത് കഴിഞ്ഞാൽ നേരെ റിപ്പോർട്ടിംഗ് എന്താണെന്ന് മനസ്സിലാവും. റിപ്പോർട്ടിംഗ് ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് മീൻസ് എന്താണ്? അത് വസ്തുനിഷ്ഠവുമാണ്. അതോടൊപ്പം എന്താണ്? ഇംപാർഷ്യൽ ആണ്. ഇംപാർഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പക്ഷമായിരിക്കും അല്ലെ. അത് ഒബ്ജക്റ്റീവ് ബേസിസിലായിരിക്കും നമ്മൾ, അതായത് വസ്തുനിഷ്ഠമായിട്ടാണ് ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് ഓരോ ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ് ഷുഡ് നോട്ട് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷണൽ. ഇവിടെ ഇമോഷനും അതുപോലെ സെന്റിമെന്റ്സ് ഒക്കെ ഇവിടെ എന്തെങ്കിലും റോള് വഹിക്കുന്നുണ്ടോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗത്ത്? വഹിക്കുന്നുണ്ടോ? വികാരങ്ങളും വിചാരങ്ങളും അഥവാ റിപ്പോർട്ടിങ്ങിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളുടെ വിഷമങ്ങളും വിഷമതകളും നമ്മൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തോ? ഇല്ല. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മുടെ ഇമോഷൻസോ സെന്റിമെന്റ്സോ ഒന്നും റിപ്പോർട്ടിൽ ഞാൻ ഇത്രയും വിഷമിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റുമോ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അവിടെ സെന്റിമെന്റ്സിനോ ഇമോഷൻസിനോ അവിടെ റോൾ ഇല്ല. ഓക്കെ, യെസ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ നടന്നു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ്. ശരിക്കും റിട്ടേൺ ഫോം ആണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അന്ന് എന്തൊക്കെ നടന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. ഇനി റിപ്പോർട്ടിംഗ് ഈസ് നോട്ട് ഓൺലി എക്സ്പ്ലനേറ്ററി ആൻഡ് ഇൻസ്ട്രക്ഷണൽ ബട്ട് ഓൾസോ കറക്ഷണൽ ആൻഡ് മോട്ടിവേഷൻ. റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? ഇറ്റ്സ് നോട്ട് ഓൺലി എക്സ്പ്ലനേറ്ററി ആൻഡ് ഇൻസ്ട്രക്ഷണൽ ബട്ട് ഓൾസോ കറക്ഷണൽ ആൻഡ് മോട്ടിവേഷൻ. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്? ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു എന്താണ് ഇൻസ്ട്രക്ഷൻ ബട്ട് ആൾസോ കറക്ഷൻ മോട്ടിവേഷനോ അല്ലാതെ
എന്താ പറയുന്നത്? റിപ്പോർട്ടിംഗ് വിശദീകരണമോ പ്രബോധനമോ അല്ല. മോട്ടിവേഷൻ മീൻസ് പ്രബോധനം അല്ലെ? അതൊരു വിശദീകരണവും അല്ല, ഒരു മോട്ടിവേഷനും അല്ല. അത് എന്താണ് ശരിക്കും ഉൾക്കൊള്ളുന്നത്? എന്താണ് അത് ഉൾക്കൊള്ളുന്നത്? തിരുത്തലാണ്. ഇൻസ്ട്രക്ഷൻ ബട്ട് ഓൾസോ കറക്ഷണൽ. കറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പോർട്ടിംഗിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്യാൻ സാധിക്കും? എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കറക്ഷണൽ ആണ് അല്ലെ? നമുക്കത് തിരുത്താൻ സാധിക്കും. അവിടെ വളരെ എക്സ്പ്ലനേഷൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ വിശദീകരണത്തെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ പ്രബോധനപരമായിട്ട് അവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ എന്താണ്? നമുക്ക് തിരുത്തലുകൾ അനുവദനീയമാണ് അല്ലെ? എന്തെങ്കിലും കറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരുത്താനായിട്ട് സാധിക്കും. അതാണ് റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫോർത്ത് പ്രിൻസിപ്പിൾ എന്താണ്? റിപ്പോർട്ടിംഗ് ഈസ് ഡൺ ബൈ ദ superiors to the subordinate and vice versa. Reporting is done by the superiors to the subordinate and vice versa. നമുക്ക് ഒരാൾക്ക് മാത്രമാണോ റിപ്പോർട്ടിംഗ് നടത്താൻ പറ്റുന്നത്? സുപ്പീരിയേഴ്സിനും അവരുടെ സബോർഡിനേറ്റ്സിനും റിപ്പോർട്ടിംഗ് ചെയ്യാവുന്നതാണ്. അതായത് കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരും എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് മേലിൽ നമുക്ക് തിരിച്ചു റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവർക്ക് മാത്രമല്ല, സപ്പോർട്ട് സുപ്പീരിയേഴ്സിന് മാത്രമല്ല കീഴുദ്യോഗസ്ഥരെ റിപ്പോർട്ടിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് തിരിച്ചു എന്ത് ചെയ്യാൻ സാധിക്കും? കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് റിപ്പോർട്ടിംഗ്? റിപ്പോർട്ടിംഗിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് വരുന്നത് എന്ന് പറയാമോ? Continuous process. Continuous process. Reporting should be objective, empathic, emotional, and sentiments should not play a role in motivation. Reporting is not only explanatory and instructional, but also correctional and motivation. Reporting is done by the superiors to the subordinates and vice versa. Vice versa. Okay. Yes. ഇനി റിപ്പോർട്ടിംഗ് അവിടെ നിൽക്കട്ടെ. യൂണിറ്റ് 10-ല് യൂണിറ്റ് 10 നോക്കിയാൽ നിങ്ങള് യൂണിറ്റ് 10 മാൻ ആൻഡ് എൻവയോൺമെന്റ്. മാൻ ആൻഡ് എൻവയോൺമെന്റില് ഇവിടെ എൻവയോൺമെന്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പൊല്യൂഷൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോ എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ 4 പൊല്യൂഷൻ പറയുന്നുണ്ട്. ഇത് 4 കുട്ടികളായിട്ട് എടുക്കേണ്ടി വരും. 4 ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. നമുക്ക് നേരത്തെ തരുന്നതാണ്. ഇവിടെ വരെ ടീച്ചർ എടുക്കുക. എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്താണെന്ന് വരെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഓരോ പൊല്യൂഷൻ എടുക്കാൻ പറ്റില്ല. എന്താണ് വായു മലിനീകരണം, എന്താണ് ലാൻഡ് പൊല്യൂഷൻ, എന്താണ് സൗണ്ട് പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ, അവിടെ ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പൊ എയർ പൊല്യൂഷൻ ഞാൻ ഓരോരുത്തർക്ക് ഓരോ ടോപ്പിക്ക് തരാം. യെസ്, ഇവിടെ വേറെ ഒന്നും വരുന്നില്ല കേട്ടോ. കേസസ്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ് എന്താണ് എയർ പൊല്യൂഷൻ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ മിസ്സേ, അത് സെമിനാർ ആയിട്ട് എഴുതാനാണോ അതോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണോ? ക്ലാസ് എടുക്കാറുണ്ട് കുട്ടികള്. എടുക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ മിസ്. ഫസ്റ്റ് നമുക്ക് ദിവ്യക്കാനുണ്ട്. Yes, miss. ദിവ്യ എയർ പൊല്യൂഷൻ എടുത്തോ? Okay, miss. ഓക്കെ, ദിവ്യ ഫസ്റ്റ് ക്ലാസ് എടുക്കണം കേട്ടോ. പിന്നെ ലാൻഡ് പൊല്യൂഷൻ, കൃപ യേശുദാസൻ, ലാൻഡ് പൊല്യൂഷൻ. ഓക്കെ മിസ്, എടുക്കാം. എടുക്കാറില്ലേ? ടീച്ചർ എടുക്കുന്നത് പോലെ അതെന്താണെന്ന് പറയാ, അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ മിസ്. പിന്നെ സൗണ്ട് പൊല്യൂഷൻ,
സൗണ്ട് പൊല്യൂഷൻ ആരാണ്? ചിലൂര് വയ്യാതിരിക്കുകയാണല്ലേ? ചിലൂര് കണ്ട മിസ്സേ ഞാൻ എടുക്കട്ടെ. ആരാണ്? ഫാത്തിമ. ഓക്കെ, ഞാൻ പിന്നെ ആരാണ് അടുത്തത്? അപ്പൊ സൗണ്ട് ഞാൻ പൊല്യൂഷൻ എടുക്കാം അടുത്തത്. സൗണ്ട് പൊല്യൂഷൻ ആരാണ്? ഞാൻ എടുക്കാം. ഫാത്തിമ. അല്ല സോറി, അടുത്തത് ഞാനാണ് റെഡി. അല്ല, ഞാൻ വേറൊരാൾക്ക് കൊടുക്കട്ടെ. സഫീക്ക് ഇടയ്ക്ക് എന്തെങ്കിലും തരാറില്ലേ? ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. ഓക്കെ മിസ്സേ. സുബി ജയചന്ദ്രൻ ഉണ്ടോ? സുബി 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 എടുക്കാവോ ക്ലാസ്? റേഡിയേഷൻ പൊല്യൂഷൻ എടുക്കാം. മറന്നു പോകരുത് കേട്ടോ. കുറച്ചുള്ളത് കുറച്ചുണ്ട്. അത് ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം. കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. അതാ എന്താണ് റേഡിയേഷൻ പൊല്യൂഷൻ, അതിന്റെ കോസസ്, കാരണങ്ങൾ, ഇവിടെ വരെ എടുത്താൽ മതി കേട്ടോ. ലേറ്റ് ഇഫക്ട്സ് വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളത് പ്രിപ്പയർ ആയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് സമയം അനുസരിച്ചിട്ട് പോലെ എടുക്കാം കേട്ടോ. ഡെവലപ്മെന്റൽ പ്രൊഫൈൽ അബ്രഹാംസ് എടുത്തില്ലല്ലോ നിങ്ങൾക്ക്? യൂണിറ്റ് 5 ഇല്ല മിസ്. എടുക്കില്ല കേട്ടോ. ഫിക്സ്ഡ് എടുക്കില്ല, ഞാൻ തന്നെ എടുക്കണം. എനിക്കെന്തോ ക്ലാസ് ടൈം ടേബിളിന്റെ ക്ലാസ് വന്നത് ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ മിസ്. അപ്പൊ പാർട്ട് 4 ടീച്ചർ തന്നെയാവുമല്ലോ. കമ്മ്യൂണിക്കേഷൻ എടുത്തോ? കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ടില്ലല്ലോ. ഇല്ല മിസ്. ഡെവലപ്മെന്റൽ പ്രൊഫൈൽ കമ്മ്യൂണിക്കേഷന് ഡെവലപ്മെന്റ് പ്രൊഫൈലുള്ള മിസ്റ്റേക്ക് എടുക്കാം. ഇനി ആ 3 കൂടെ ഉള്ളു എടുക്കാം. ബാക്കി ആ മിസ് ഇത്ര മതി. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് മിസ്സേ, ഞാനാ. ക്ലാസ് എടുക്കണ്ടേ? Everyone, today the class was taken. എന്താണ് ഫാത്തിമ? പ്രിപ്പയർ ആയിട്ടിരുന്നോളൂ ഒരു ക്ലാസ്. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ 2 ക്ലാസ്സിൽ 2 പോയിന്റ് വരുമ്പോഴായിരിക്കും. എയർ പൊല്യൂഷനും ലാൻഡ് പൊല്യൂഷനും മാത്രം വരുമ്പോഴായിരിക്കും. നോക്കൂ, നിങ്ങൾ പ്രിപ്പയർ ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് കഴിയുന്നതനുസരിച്ച് എടുക്കാലോ. ഓക്കെ, ശരി. അപ്പൊ തേഴ്സ്ഡേക്ക് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. തേഴ്സ്ഡേ അല്ലേ ക്ലാസ് വരുന്നത്? അതെ മിസ്. അതെ, അതെ. പറ്റുള്ളൂ. ദിവ്യ കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. ശരി, സൈൻ ഔട്ട് ആരാണ്? മിസ്സേ, ഞാനാ കൃപ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഇന്ന് ആതിര മിസ് ക്ലാസ് എടുത്തത് മൊഡ്യൂൾ 1ന്റെ പാർട്ട് 4ലെ യൂണിറ്റ് 9 ആയിരുന്നു. അതില് ഇന്ന് മിസ് പറഞ്ഞത് സൂപ്പർവൈസറി ഫങ്ഷൻസിനെ കുറിച്ചും അതിന്റെ പ്രിൻസിപ്പിൾസ്, റിപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാമാണ് പറഞ്ഞത്. അപ്പം എല്ലാ ദിവസവും നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്ന ഒന്നുകിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ടാണ്. ഇന്ന് ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ബ്രെയിൻ ടീസേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറയാം, ആൻസർ അറിയാവുന്നവര് പെട്ടെന്ന് നിന്ന് റെസ്പോണ്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് 4 legs ബട്ട് ക്യാൻ വർക്ക്? 4 കാലുണ്ട് പക്ഷെ നടക്കാൻ പറ്റില്ല. എന്താണ്? ഓക്കെ, ചെയർ അല്ലെങ്കിൽ ടേബിൾ ആണ് ആൻസർ. കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് റൂം ഹാസ് നോ ഡോർസ് ഓർ വിൻഡോസ്? ഒരു ടൈപ്പ് ഓഫ് റൂം ആണ്, പക്ഷെ അതിന് വാതിലോ വിൻഡോസോ ഒന്നും ഇല്ല. മഷ്റൂം. ഓക്കെ, കറക്റ്റ്. മഷ്റൂം ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാസ് എ ഹെഡ് ആൻഡ് ടെയിൽ ബട്ട് നോ ബോഡി?
ഈ വസ്തുവിന് ഹെഡും ഉണ്ട് ടെയിലും ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യ ശരീരമല്ല. എന്താണത്? Coin. കോയിൻ. കറക്റ്റ് ആൻസർ. അടുത്തത് ആൻസർ കറക്റ്റ് ആണ്, കോയിൻ ആണ് ആൻസർ. അടുത്തത് വാട്ട് സ്റ്റാർട്ട്സ് വിത്ത് ടി, എൻഡ്സ് വിത്ത് ടി ആൻഡ് ഹാസ് എ ടി ഇൻസൈഡ് ഇറ്റ്. ഒരു വാക്കാണ്, അത് തുടങ്ങുന്നത് ടി. Teapot. കറക്റ്റ് ആണ്. അടുത്ത വാട്ട് ക്യാൻ ട്രാവൽ അറൌണ്ട് ദി വേൾഡ് വൈൽ സ്റ്റേയിങ് ഇൻ എ കോർണർ. ലോകം മൊത്തം സഞ്ചരിക്കും, ഒരു കോർണറിൽ ഇരുണ്ട്. ആരാണ് ഞാൻ? ലോകം ഒരു നോൺ ലിവിങ് ഒരു നോൺ ലിവിങ് തിങ് ആണ്. ടി വി അല്ല. ടൈമാണ്. അല്ല. ആൻസർ ഞാൻ പറയട്ടെ. Radio. ക്ലോക്ക്. സ്റ്റാമ്പ്. Okay. സ്റ്റാമ്പ്. വെരി ഇൻട്രസ്റ്റിംഗ്. കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടെണ്ണം മിസ്സേ. വാട്ട് ലീവ്സ് ഇൻ വിന്റർ ബട്ട് ഡൈസ് ഇൻ സമ്മർ. വിന്ററിൽ ജീവിക്കും, സമ്മറിൽ മരിച്ചു പോകും. ആരാണ് ഞാൻ? Ice. Snow. ഏകദേശം അടുത്തു. കറക്റ്റ് ആൻസർ ആയില്ല. ആൻസർ പറയൂ. സ്നോമാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടെണ്ണോടെ മിസ്സേ. വാട്ട് ഹാസ് മെനി കീസ് ബട്ട് നെവർ ഓപ്പൺസ് ഇൻ എ സിംഗിൾ ലോക്ക്. ഒത്തിരി കീസ് എന്നിലുണ്ട്, പക്ഷെ ഒരു താക്കോല് വെച്ചൊന്നും എന്നെ തുറക്കാൻ പറ്റില്ല. കറക്റ്റ്, കീബോർഡ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഓൾവേസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ബട്ട് ക്യാൻ ബി സീൻ. ഈ സംഭവം നമ്മുടെ മുന്നിലുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഫ്യൂച്ചർ. കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം ഒത്തിരി പേര് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മിസ് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇത് ആദ്യമായിട്ടാണല്ലേ നമുക്ക് ക്ലാസ്സിൽ. ഞാൻ മിസ്സേ ഇങ്ങനെ ആലോചിച്ചത്, എല്ലാരും പാട്ട് കഥയൊക്കെ അല്ലേ, ഇപ്പൊ വെറൈറ്റി എന്ത് പിടിക്കാന്ന് ആലോചിച്ചപ്പോ കിട്ടിയ ഒരു ഐഡിയ. നന്നായിട്ടുണ്ട്. ദിവ്യ കുറെ സ്കോർ പോയി. ദിവ്യ കുറെ സ്കോർ ചെയ്തു. കുറെ സൂപ്പർവൈസറി ഐഡിയാസ് ഉണ്ട് കൃപയ്ക്ക്. ഗുഡ്. ഇത് നമ്മൾ സെക്കൻഡ് റെക്കോർഡിൽ എഴുതുന്നതാണ്. ഫസ്റ്റ് റെക്കോർഡിൽ എഴുതുന്ന ടോപ്പിക്കാണ് നമ്മുടെ പസിൽസ്, റിഡിൽസ്. ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. അയ്യോ, തേഴ്സ്ഡേ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. തേഴ്സ്ഡേ നിശാന്ത് സാരിക്കും ചിലപ്പോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണ്ട. ഉണ്ടാവില്ല, ഞാൻ ലീവാണ്. നെക്സ്റ്റ് ട്യൂസ്ഡേ പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. പൊല്യൂഷനൊക്കെ നെക്സ്റ്റ് ട്യൂസ്ഡേ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ മിസ്. ഓക്കെ മിസ്. താങ്ക് യു മിസ്.